ഇതൊരു ചെറുപയർ കറിയാണ് കേട്ടോ. വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട്. പിന്നെ നമ്മുടെ പല അപ്പത്തിൻ്റെ കൂടെ ആയാലും പിന്നെ പുട്ടിൻ്റെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ഒക്കെ ഇത് കഴിക്കാൻ നല്ലതാണ്. ഇതിൽ തേങ്ങ ഒന്നും ചേർക്കുന്നില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ജൂബീസ് ടേസ്റ്റി ഹബ്ബിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഞാൻ അവനിവിടെ ഒരു 1/2 കപ്പ് ചെറുപയർ എടുത്ത്, ഇത് ഞാൻ അല്പം കുതിർത്തതാണ്. 1 മണിക്കൂർ നേരം കുതിർന്നില്ലെങ്കിലും കുഴപ്പമില്ല. കുതിർത്ത് ഞാൻ ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5-8 ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി, 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു അല്പം ഉപ്പും ശേഷം നമുക്ക് നല്ല ഒരു വലിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളം ഞാനിവിടെ കുതിർന്നത് കാരണം 1 കപ്പേ ചേർക്കുന്നുള്ളൂ. കുതിർന്നത് അല്ലെങ്കിൽ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് അടച്ചിട്ട്, ഇതിപ്പോൾ കുതിർന്നത് കൊണ്ട് 2 വിസിൽ മതി, ഇല്ലെങ്കിൽ 5-6 വിസിലിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്താൽ മതി. ചെറുപയർ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് മസാല തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 2 സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളതിൻ്റെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കണേ. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. അല്പം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം ചെറിയ ജീരകം ക്യുമിൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പില ഒരു 1-2 തണ്ടിട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയ സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 2 മിനിറ്റൊക്കെ വഴറ്റിയാൽ മതി, ഒത്തിരിയൊന്നും വഴറ്റേണ്ട. അപ്പം നമ്മുടെ ചെറുപയറൊക്കെ വെന്ത് അതിൻ്റെ പ്രഷറൊക്കെ പോയി ഇരിപ്പുണ്ടാവും. ഇത് വഴറ്റി കഴിയുമ്പോൾ ചെറിയ തീയിലിട്ട് വഴറ്റണം. അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം അത്തിരി ഇട്ടുള്ളതുകൊണ്ട് അല്പം കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം കൂടെ ഒന്ന് പോകട്ടെ. അത് റെഡിയായി വന്നിട്ട് നമ്മുടെ പയറൊന്ന് തുറന്ന് നോക്കാം. പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു തവി ഉപയോഗിച്ച് ജസ്റ്റ് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ആ ഉള്ളിയും ആ മുളകും ഒക്കെ ഒന്ന് ഉടഞ്ഞു വന്നോട്ടെ. അപ്പോൾ അത് നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. പാകത്തിന് വെള്ളമാണുള്ളത്. ഇനി വേണമെങ്കിൽ നമുക്ക് വേണമെന്നുള്ളവർക്ക് വെള്ളം തിളപ്പിച്ച് ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ മസാലയിലേക്ക് ഈ പയറും എല്ലാം കൂടെ വെന്തതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. ബിഗിനേഴ്സിനൊക്കെ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ രാവിലെയൊക്കെ നമുക്ക് സമയമില്ലാത്തപ്പോഴൊക്കെ ഈ കറി നല്ലതാണ്. ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ ഇത് കഴിക്കാൻ കൊള്ളാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് വെച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. വെള്ളം ഇത് ഞാൻ പറഞ്ഞൊരു വെള്ളം ഇത് ഇരുന്ന് കഴിയുമ്പോൾ ഇത്തിരി കൂടെ കുറുകി വരും. അപ്പോൾ നമ്മുടെ കറി ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.